ഞങ്ങൾ വയനാട്ടിലേക്ക് പോകുമ്പോൾ ഒടുങ്ങാക്കാട് മക്കാമിലേക്ക് ബസ്സിന് പൈസ അറിയും. ആ പൈസ എടുത്തു കൊടുക്കാൻ പ്രത്യേകം ആളവണ്ടാവും. അത് മിക്കവാറും ജാലങ്ങളിൽ ഇങ്ങനെ ആളെ നിർത്തിയിട്ടുണ്ടാവും. ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ പണം ഇടുന്നത്? അടുത്തിരിക്കുന്ന സുഹൃത്താണെങ്കിൽ നിങ്ങൾ എന്തിനാണ് പൈസ എടുത്തത്? അത് ഒരു നേർച്ചുണ്ട്, അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഒരു പരീക്ഷ ഉണ്ട്, മോൾക്ക് ഗർഭമാണ്, പ്രസവമുണ്ട്, അല്ലെങ്കിൽ വിസക്ക് കൊടുത്തിട്ടുണ്ട്, കിട്ടാനുണ്ട് അല്ലേ? ഇതാണ് നമ്മുടെ നാട്ടിൽ ആളുകൾ പണം കൊടുക്കുന്നതിന്റെ ലക്ഷ്യങ്ങൾ. ഞാൻ ചോദിക്കാറുണ്ട്, പ്രിയപ്പെട്ടവരെ, അള്ളാഹ് എന്താ ഇവർ മനസ്സിലാക്കിയത്? അള്ളാഹുവിനെ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? ഇങ്ങനെ പൈസ കൊണ്ട് കൊടുത്തിട്ട് പരീക്ഷ ജയിപ്പിക്കാനും രോഗം മാറ്റുവാനും പ്രസവം എളുപ്പമാക്കാനും വിസ ലഭ്യമാക്കാനും കൈക്കൂലി കൊടുക്കുന്ന വ്യക്തമായിട്ടോ ഇങ്ങനെ ഏർപ്പാട് ചെയ്യാമല്ലോ? യഥാർത്ഥ യുക്തിവാദത്തിലേക്കല്ലേ ഈ മുജാഹിദ് മൗലവി ആളുകളെ കൊണ്ടെത്തിക്കുന്നത്? മക്ബറയിലേക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവിനുള്ള കൈക്കൂലിയാണത്രേ. എങ്ങനെ ഇയാൾക്കൊക്കെ ഇത് പറയാൻ തോന്നുന്നതെന്നാണ്. ഒരു വിശ്വാസിയാണല്ലോ, തലയിൽ തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, എന്നിട്ട് അയാൾ എങ്ങനെ ഇതൊക്കെ പറയുന്നെന്ന് അത്ഭുതം തോന്നാണ്. കാരണം നമുക്കറിയാം, അസ്വദക്കത്തു റദ്ദുൽ ബലായാണ്. സ്വതക്ക ചെയ്തിട്ടുണ്ടെങ്കിൽ ആപത്തുകൾ തടുക്കപ്പെടും. അപ്പോ ആപത്തുകൾ തടുക്കാനുള്ള കൈക്കൂലിയാണോ ഈ സ്വതക്ക എന്ന് പറയുന്നത്? പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലും തിരു ഹദീസിലും സ്വതക്ക കൊടുക്കുന്നവനുക്കുള്ള പ്രതിഫലം ധാരാളമായി എണ്ണിയിട്ടുണ്ട്. ഇവരുടെ ഭാഷയിൽ ഈ പ്രതിഫലങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹു തആലക്ക് കൈക്കൂലി കൊടുക്കാന്നല്ലേ ഇവർ പറയാ. നരകമോചനം കിട്ടും, സ്വർഗം കിട്ടും, ആഫത്തുകൾ തടുക്കും, വിഷമങ്ങൾ നീങ്ങും, പ്രയാസങ്ങൾ അകലും, അങ്ങനെ ധാരാളം പ്രതിഫലങ്ങൾ സ്വതക്ക ചെയ്യുന്നതിലേക്കൂടെ കിട്ടുമെന്ന് ഏതൊരു പ്രൈമറി മുസ്ലിമിന് അറിയുന്നൊരു കാര്യമല്ലേ? അപ്പോൾ ഇതൊക്കെ എന്താണ്? അള്ളാഹ്ക്ക് കൈക്കൂലി കൊടുക്കലാണെന്നാണ് ഇവരുടെ ഭാഷ പ്രകാരം. ഏർപ്പാട് ചെയ്യാമല്ലോ. ഇസ്ലാമിലെ നേർച്ചുണ്ട്. ഇസ്ലാമിലെ നേർച്ചെന്താ? ഒരു പുണ്യകർമ്മത്തെ നിർബന്ധമാക്കി നിശ്ചയിക്കുക. അത് ജാലങ്ങളിൽ പോയിട്ട് പൈസ കൊടുക്കുന്നില്ല. ഞാൻ ചോദിക്കാറുണ്ട്, ഞാനൊരു പാവപ്പെട്ടവനാണെന്ന് വിചാരിക്കുക, എന്റെ കയ്യിൽ എറിഞ്ഞു കൊടുക്കാനുള്ള നാണയത്തൊട്ടുകളില്ല. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എന്റെ രോഗം മാറണം, എന്റെ ദാമ്പത്യത്തിൽ കുട്ടികളെ കിട്ടണം, എഴുതാൻ പോകുന്ന പരീക്ഷ ജയിക്കണം, എന്റെ അടുത്ത ബന്ധുക്കളുടെയോ എന്റെ സ്ത്രീകളുടെയോ പ്രസവങ്ങൾ എളുപ്പമാകണം, ഞാൻ സഞ്ചരിക്കുന്ന യാത്രാവാഹനം അപകടം കൂടാതെ ലക്ഷ്യസ്ഥാനത്തെത്തണം, കൊടുക്കാൻ പണമില്ലാത്തതിന്റെ പേരിൽ, എറിഞ്ഞു കൊടുക്കാൻ നാണയത്തൊട്ടില്ലാത്തതിന്റെ പേരിൽ എന്റെ രോഗം മാറ്റി തരില്ലേ പടച്ചോൻ, ഞാൻ എഴുതാൻ പോകുന്ന പരീക്ഷ ജയിപ്പിക്കില്ലേ പടച്ചോൻ, എനിക്ക് വന്ന അസുഖം മാറ്റി തരില്ലേ പടച്ചോൻ, ഭണ്ഡാരപ്പെട്ടികളിൽ പൈസ ഇടുന്നവന്റെ മാത്രം രോഗം മാറ്റുന്ന ഒരു പടച്ചോൻ ലോകത്തുണ്ടോ? നേർച്ചക്കുട്ടികളിൽ നാണയത്തൊട്ടിട്ടാൽ മാത്രം പരീക്ഷ ജയിപ്പിക്കുന്ന ഒരു പടച്ചോൻ ലോകത്തുണ്ടോ? ദാനധർമ്മങ്ങൾ ചെയ്താൽ മാത്രമേ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുള്ളൂ, നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങുള്ളൂ, രോഗം മാറുള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ടോ? എന്നിട്ട് ഈ മൗലവി പറയുന്ന നോക്കുക, അങ്ങനെ മാത്രം എന്നാക്കിയിട്ട് ഇയാൾ അങ്ങ് മാറ്റിയാണ്. അതൊരു മുജാഹിദ് ആകുമ്പോൾ ഉണ്ടാകുന്ന സാമാന്യ ക്വാളിഫിക്കേഷൻ ആണ് നമ്മൾ മനസ്സിലാക്കുക. എന്തിനാണ് സഹോദരന്മാരെ മക്ബറയിൽ നമ്മൾ പണം ഇടുന്നത്? മക്ബറയിലേക്ക് പണം നേർച്ചയാക്കുന്നത് എന്തിനാണ്? നേർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാനധർമ്മം കൊടുക്കുക എന്നുള്ള സുന്നത്തായ ഒരു കാര്യമാണല്ലോ. അത് നേർച്ചയാക്കിയ ഫറലായി, അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ആ മക്ബറയുമായി ചുറ്റിപ്പറ്റിയിരിക്കുന്ന ഒരുപാട് മുതഅല്ലിമീകളുണ്ട്. അവർക്ക് പഠനാവശ്യത്തിന് ഈ പണം ഉപയോഗിക്കുന്നു, ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം നൽകുന്നു, ഒരുപാട് പാവപ്പെട്ടവരെ സഹായിക്കുന്നു, ഒരുപാട് ആളുകൾക്ക് ധാരാളം ഗുണങ്ങൾ ചെയ്യുന്നു, ദീനീപരമായ ധാരാളം പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ആ പണം ഉപയോഗിക്കുന്നു. അങ്ങനെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ പണം സംഭാവന ചെയ്യുമ്പോൾ അത് എത്ര വലിയ പുണ്യമുള്ള കാര്യമാണ് എന്ന് ഏറ്റവും ചെറിയൊരു കോമൺ സെൻസ് കൊണ്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യർക്ക് മനസ്സിലാകുന്ന കാര്യമാണ്.